ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാജി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണം കുറച്ച് സങ്കടകരമായുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് എൻ്റെ വീട്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടൊരു കുടുംബത്തിലെ ഒരാളാണ്. കാരണം ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ മൂത്ത മോളാണ് ഞാൻ. അതായത് 3 മക്കളിൽ മൂത്തവളാണ് ഞാൻ. അപ്പോൾ കൂടുതൽ വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ട് വളർന്ന ഒരാളായിരുന്നു. കാരണം വീട്ടിൽ അമ്മ മെൻ്റൽ പേഷ്യൻ്റായിരുന്നു. അമ്മയ്ക്കൊപ്പം അമ്മയുടെ 2 താഴത്തെ അനിയത്തിമാരും മെൻ്റൽ പേഷ്യൻ്റ്. അത് എൻ്റെ ഫാമിലിയിൽ, എൻ്റെ നാട്ടിലെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അത് ഉണ്ടാക്കി പറയുന്നില്ല. കാരണം ഇത് പറയാൻ കാരണം, നമ്മളിവിടെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് നമുക്ക് നല്ല ക്യാഷുണ്ട്, വീടുണ്ട്, കാറുണ്ട്. ഞങ്ങൾ പലപ്പോഴും സായിപ്പും മദാമയും, അതായത് ഗസ്റ്റ് ഞങ്ങളെ സഹായിക്കാൻ വന്നപ്പോൾ പോലും നുണകൾ പറഞ്ഞ് കൊടുത്ത് മാറ്റിയ വ്യക്തികളേ ഉള്ളൂ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തെ ആളുകൾ. പക്ഷേ എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ജീവിത ചരിത്രങ്ങളും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ദാരിദ്ര്യക്ക് താഴ്ന്നു. കാരണം ചെറിയൊരു ഓലപ്പുരയായിരുന്നു എൻ്റെ വീട്. ആ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ, ഞാൻ. എൻ്റെ അനിയത്തി അനിയനും നല്ലതായി പഠിച്ചു, +2 ജയിച്ചവരാണ്. പക്ഷേ എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതലും ഇടക്കാലങ്ങൾ അച്ഛൻ ശരിക്കും കുടിക്കും, ഉപദ്രവിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അച്ഛന് സ്വയം മനസ്സിലാക്കി. അച്ഛൻ ഞങ്ങൾ നല്ലതുപോലെ നോക്കുമായിരുന്നു. വീട്ടിൽ ഫുഡൊക്കെ ആണെങ്കിൽ അച്ഛനാണ് കൂടുതലും. ചമ്മന്തി, വറുത്തരച്ച ചമ്മന്തി, ചോറ്, ഞാനതൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമുക്കിപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് അച്ഛാ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കും. പക്ഷെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇരുന്ന് ഓർക്കും. ഒറ്റപ്പെടുമ്പോഴാണ് നമ്മളെ വീട്ടിലെ പഴയ കാര്യങ്ങൾ ഓർക്കുന്ന. അച്ഛൻ, അമ്മ, പഴയ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത്. ഞാനിപ്പോഴും പറയണേ, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടീനെ. ദയവ് ചെയ്ത് കോവളത്തെ ആളുകളോട് ഞാൻ പറയുവാണ്, എന്നെ സഹായിക്കാൻ വരുന്ന ഗസ്റ്റിനോട് ഓരോന്ന് പറയരുത്. കാരണം ആ ഗസ്റ്റ് ഞങ്ങളോട് വന്ന് പറയുവാണ്, നിങ്ങൾ ചീറ്റിങ്ങാണ്, കാറുണ്ട്, വീടുണ്ട്, ബംഗ്ലാവുണ്ട്, അച്ഛൻ സർക്കാർ ജോലിയാണ്. ഒരിക്കലുമില്ല. ഇതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രമാണ്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. കാരണം ഞാൻ ആരെയും ഉപദ്രവിക്കുന്നല്ല. നിങ്ങളെല്ലാവരും ഹോട്ടൽ നടത്തുന്നു, റൂം കൊടുക്കുന്നു ഓരോരുത്തർക്ക്. അവിടെ ബിരിയാണി കച്ചവടം, ഫ്രൂട്ട്സ് കച്ചവടം എല്ലാം നടത്തുന്നുണ്ട്. ഇതൊന്നുമല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. മേക്കപ്പ്, പെഡിക്യൂർ, മാനിക്യൂർ, അതാണ് എൻ്റെ ജോബ്. അല്ലാതെ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും എനിക്ക് വയ്യ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോഴും പറയണേ, ഞാൻ